സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മളെ കാര്യത്തിൽ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്തായാലും നമ്മളെല്ലാവരും ലൈഫിലുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അമ്മ. നമ്മളെല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ സമയത്ത് ഇപ്പോൾ ഉമ്മാനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഉമ്മാനെയാണ്. കാരണം എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് ഡിസംബർ 4 കിട്ടിയിട്ട് അത് നീട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഡ്രൈവിങ്ങിന് പോകണം, എന്താക്കണം, അതിങ്ങനെ ഒരുമാതിരി അയലും വെട്ട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ട് അത് ഇത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ നിന്നിട്ട് ഒരേ സപ്പോർട്ടും ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ വിടുന്ന കാരണം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനല്ലേ ഓർമ്മ വരുള്ളൂ. നമ്മൾ ശരിക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ബാക്കിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് വേണം, അങ്ങനെ എങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്നേഹിക്കണം, നമ്മൾ അറിയണം, കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കാം. നമ്മൾ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് എന്തെങ്കിലും കുറ്റോ കുറവോ മിസ്റ്റേക്കോ ഒക്കെ എടുത്ത് പറഞ്ഞ് അത് മാത്രം ഇങ്ങനെ അതിനെക്കുറിച്ച് മാത്രം ബ്ലെയിം ചെയ്ത് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. അവർക്കത് ശീലമായി, അവരതെന്നെ പറയുള്ളൂ. അവരിനി എത്ര നമ്മൾ നല്ല കാര്യം ചെയ്താലും എങ്ങനെ ചെയ്താലും അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അത് മാത്രം എടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെന്ത് ചെയ്യണം, അവരവിടെ പറഞ്ഞോട്ടെ, അവർക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിനി എന്ത് ചെയ്താലും അവരത് പറയും. നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുക, ആരെന്ത് പറയുന്നത് നോക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു തോണി കടലിൽ ഇറക്കുമ്പോൾ ഫസ്റ്റത്തെ തിര കിടന്ന് കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പക്ഷെ എല്ലാ തിരമാലൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം തോണി ഇറക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ തോണി ഇറക്കലുണ്ടാവില്ല. അതുപോലെയാണ് നമ്മളെ ലൈഫ്. ഓരോരുത്തർ പറയുന്നതും കേട്ട് അവരെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞത്, നമ്മൾ മനുഷ്യണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ കുറേ മെഷീൻസ്, ഫോണ്, അത് ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമ്മളെ ദൈവം ഉണ്ടാക്കിയതാണ് നമ്മളെ തലച്ചോറ്. ആ ദൈവം ഉണ്ടാക്കിയ തലച്ചോറ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നിലേക്ക് നിർത്താം.